ഗസ വെടിനിർത്തൽ കരാറിനെ അനിശ്ചിതത്വത്തിലാക്കി ഇസ്രായേൽ നീക്കം. കരാർ വ്യവസ്ഥകൾ അംഗീകരിക്കാനുള്ള ഇസ്രായേൽ മന്ത്രിസഭയുടെ വോട്ടെടുപ്പ് നീളുന്നു. ഹമാസ് കരാറിൽ നിന്ന് പിന്നോട്ടു പോകുന്നതായി ആരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വോട്ടിംഗ് നിർത്തിവെച്ചു. അതേസമയം കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായി അംഗീകരിക്കുന്നെന്ന് ഹമാസ് നേതാവ് അസദ് അൽ റാഷിഖ് വ്യക്തമാക്കി. മുജീബ് റഹ്മാൻ ചേരുന്നുണ്ട്. മുജീബ്, എന്താണ് നിലവിലെ അനിശ്ചിതത്വം? ധന്യ, നമുക്കറിയാം 15 മാസത്തെ രക്തരൂക്ഷിതമായ ആക്രമണങ്ങൾക്ക് ഒടുവിലാണ് ഗസയിലെ ഒരു വെടിനിർത്തൽ കരാർ പ്രഖ്യാപനം വരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി ഈ കരാർ പ്രഖ്യാപനം നടത്തുന്നത്. ഹമാസും ഇസ്രായേലും അതുപോലെ തന്നെ മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കൻ പ്രതിനിധികളുമെല്ലാം ഉൾപ്പെടുന്ന സംഘം ഇത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ അവസാന നിമിഷത്തിൽ ഈ കരാറിൻ്റെ ഒരു അംഗീകാരം നൽകണമെങ്കിൽ തങ്ങൾക്ക് ഇസ്രായേലി മന്ത്രിസഭയുടെ അംഗീകാരം കൂടി ആവശ്യമാണെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുകയും ഈ മന്ത്രിസഭ വോട്ടെടുപ്പിലൂടെ ഈ കരാറിന് അംഗീകാരം നൽകാനിരിക്കെ അവസാന നിമിഷത്തിലാണ് ഇങ്ങനെ ഒരു അനിശ്ചിതത്വം രൂപപ്പെടുന്നത്. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തന്നെയാണ് ഹമാസ് ഈ കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായി അനുസരിക്കുമെന്ന് തങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല, ആ കരാർ വ്യവസ്ഥകളിൽ ചിലതിൽ നിന്ന് ഹമാസ് പിന്നോട്ട് പോയതായി അദ്ദേഹം ആരോപിക്കുകയാണ്. അതിനുശേഷം ഈ കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായും ഹമാസ് അംഗീകരിക്കുന്നു എന്ന ഉറപ്പ് മധ്യസ്ഥർ തങ്ങൾക്ക് നൽകുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു മന്ത്രിസഭയിൽ വോട്ടെടുപ്പ് നടക്കുകയുള്ളൂ എന്ന തരത്തിലുള്ളൊരു അറിയിപ്പാണ് പുറത്തു വരുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇംഗ്ലീഷിലും ഹീബ്രുവിലുമുള്ള ഒരു റിലീസും ഇക്കാര്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതിനോട് ഹമാസിൻ്റെ പ്രതികരണം ഉടനെ തന്നെ വന്നു. ഹമാസിൻ്റെ മുതിർന്ന നേതാവ് ഇസ്സത്ത് അൽ റാഷിഖ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്, മധ്യസ്ഥർ അംഗീകരിച്ച കരാർ വ്യവസ്ഥകൾ പൂർണ്ണാർത്ഥത്തിൽ പാലിക്കാൻ ഹമാസ് പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ കരാർ വ്യവസ്ഥകളുമായി പൂർണ്ണമായും തങ്ങൾ സഹകരിക്കുമെന്നുള്ള ഒരു അറിയിപ്പാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ അടിയന്തര ക്യാബിനറ്റ് യോഗം വോട്ടെടുപ്പ് നടക്കാതെ ഇപ്പോഴും നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹമാസിൻ്റെ ഈ കുറിപ്പിൽ അവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, സമ്മർദ്ദത്തിനൊടുവിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കരാർ പത്രത്തിലേക്ക് അവർ എത്തുകയായിരുന്നു. എന്നാൽ തീവ്ര വലതുപക്ഷം അവിടെയുള്ള സയനിസ്റ്റുകളുടെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ഉറപ്പ് ലഭ്യമാകാതെ ഇസ്രായേലിൻ്റെ നേതൃത്വം കുഴങ്ങുകയാണ്, അവർ പ്രയാസപ്പെടുകയാണ് എന്ന അർത്ഥത്തിലുള്ള ഒരു കുറിപ്പ് കൂടി, ഈ കുറിപ്പിൻ്റെ കൂടെ അത്തരത്തിലുള്ള ഒരു വിവരങ്ങൾ കൂടി ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇസ്രായേലിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക്, ഓഫീസിലേക്ക് എല്ലാം മാർച്ച് നടത്താനുള്ള ആഹ്വാനങ്ങൾ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ചില പ്രതിഷേധങ്ങളും ഈ കരാറിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. ധനമന്ത്രി ഉൾപ്പെടെയുള്ള ചില മന്ത്രിമാർ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ കരാർ പൂർണ്ണാർത്ഥത്തിൽ ഇസ്രായേലിന് എതിരാണ്. പൂർണ്ണമായിട്ടുള്ളൊരു സൈനിക പിന്മാറ്റം എന്നത് ഈ കരാറിലെ വ്യവസ്ഥയാണ്. 3 ഘട്ട വെടിനിർത്തലാണ് നടപ്പിലാക്കാൻ കരാർ വ്യവസ്ഥ ചെയ്യുന്നത്. ആദ്യഘട്ട വെടിനിർത്തലിൻ്റെ 42 ദിവസത്തെ, അതായത് 6 ആഴ്ചയിലെ വെടിനിർത്തലിനിടയിൽ തന്നെ ഗസയിൽ നിന്ന് പൂർണ്ണമായും ഈ സൈനികർ പിന്മാറണമെന്നുള്ളതൊരു വ്യവസ്ഥയുണ്ട്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ് എന്ന തരത്തിലുള്ളൊരു പരാമർശം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ മന്ത്രിസഭയിൽ തന്നെയുള്ള ചില കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് ഇസ്രായേലിന് വലിയ തരത്തിലുള്ളൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇസ്രായേലിൻ്റെ ഒരു പിന്മാറ്റ ശ്രമം എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. അതേസമയം അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദങ്ങൾക്കും അതുപോലെ തന്നെ മധ്യസ്ഥ രാജ്യങ്ങളുടെ ദീർഘനാളത്തെ ചർച്ചകൾക്കും ശേഷമാണ്, കാരണം 20 ട്രംപ് അധികാരത്തിലായിരുന്നുണ്ട്, അതിനു മുൻപ് യുദ്ധം നിർത്തണം എന്നുള്ള തീരുമാനത്തിലേക്ക് അമേരിക്ക കടന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ സമ്മർദ്ദം ഉണ്ടാവും. അത് എത്രത്തോളം നിർണായകമാണ്? തീർച്ചയായും ഈ ഒരു കരാർ വ്യവസ്ഥകളിലേക്ക് ഈ അടുത്ത ഞായറാഴ്ച മുതൽ തന്നെ അല്ലെങ്കിൽ ജനുവരി 19 മുതൽ തന്നെ കരാർ നിലവിൽ വരും എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇത് ഈ തിങ്കളാഴ്ച ജനുവരി 20-ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം അധികാരത്തിലേറുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു നീക്കമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ വലിയ സമ്മർദ്ദം ഈ വെടിനിർത്തലുമായി മുന്നോട്ട് പോകാൻ ഉണ്ട്. അതിൻ്റെ മുന്നിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണാർത്ഥത്തിൽ അതിനെ നിരാകരിക്കാൻ സാധ്യമല്ല. ഇസ്രായേൽ വലിയ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി പൂർണ്ണമായും ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ ഹമാസിനെ ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനത്തോടു കൂടി ആക്രമിച്ച ഒരു ആക്രമണമാണ് ഗസയിൽ 2023 ഒക്ടോബർ മാസത്തിൽ തന്നെ ആരംഭിച്ചതാണ് ഈ ഒരു ആക്രമണം. എന്നാൽ ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായി അവർ കരാറിലെത്തുന്നത് അവരില്ലാതാക്കുമെന്ന് പറഞ്ഞ ഹമാസിനോട് തന്നെയാണ് എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഈ ഒരു ആക്രമണവുമായി മുന്നോട്ട് പോവുക എന്നത് ഗസയിലെ
കലുഷമായ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ കാര്യമാണ്. എന്നാൽ തീവ്ര വലതുപക്ഷത്തിന്റെ ഭാഗത്തുള്ള സമ്മർദ്ദമാണ് ഇപ്പോൾ തുടരുകയാണോ പ്രശ്നങ്ങൾ മുജീബ്? ഈ സൃഷ്ടിക്കുന്നത്. കരാറ് പ്രഖ്യാപിച്ചതിന് ശേഷവും ആക്രമണം തുടരുകയാണോ? അത് എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നുണ്ട്? ധന്യ, കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ കരാർ പ്രഖ്യാപനം ദോഹയിൽ നിന്ന് ഉണ്ടാകുന്നത്. അതിനുശേഷം മാത്രം നടന്ന ഗസയിലെ ആക്രമണത്തിൽ മരിച്ചിട്ടുള്ളത് 72 പേരാണ്. മധ്യ ഗസയിലും വടക്കൻ ഗസയിലും അടക്കം ഈ ആക്രമണങ്ങൾ തുടർന്നിട്ടുണ്ട്. 20ഓളം കുട്ടികളാണ് ഇതിൽ കൊല്ലപ്പെട്ടത്. 25 സ്ത്രീകൾ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആകെ 72 പേർ ഇതിനകം തന്നെ മരണപ്പെട്ടിരിക്കുന്നു. 250ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. വലിയ തരത്തിലുള്ള ആക്രമണവുമായി തന്നെ വെടിനിർത്തൽ കരാർ പ്രഖ്യാപനം വന്നതിന് ശേഷവും ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. ആ ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്.